SFI പ്രവർത്തകർ ഈ കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ ആ നിലയിൽ വലിയൊരു ത്യാഗം സഹിച്ച സംഘടനയെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 35 സഖാക്കളെ നഷ്ടപ്പെടുമ്പോഴും ആ വേദന ഉണ്ടാകുമ്പോഴും ആ ത്യാഗം സഹിച്ചപ്പോഴും ആ വേട്ടയാടൽ തുടർന്നപ്പോഴും അതിനെ ആ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യപരമായി വിദ്യാർത്ഥികൾക്കിടയിൽ മുന്നോട്ട് വളരെ മാതൃകാപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നയിക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് SFIയുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ ചർച്ച ചെയ്യുന്നത് തെറ്റ് എന്ന് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആവർത്തിച്ചു. എന്നാൽ ഇവർ ഈ നുണ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ നുണ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ശരിയാണെന്ന് വരുത്തി SFIയുടെ സ്വീകാര്യതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടാനാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ ഒരു ദിവസം ഉണ്ടാവില്ല, ഒരു ന്യൂസ് പേപ്പർ പൂർണ്ണമായും മതിയാവില്ല. കേരളത്തിലെ വലത് രാഷ്ട്രീയം, പ്രത്യേകിച്ച് KSUവിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ നടത്തിയ ഈ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് വേണ്ടി വരും. ഒരു ന്യൂസ് പേപ്പറിൽ മുഴുവൻ പ്രിൻ്റ് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? ഞങ്ങളിൽപ്പെട്ട 13 പേരെ കൊലപ്പെടുത്തിയവരാണവർ. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഏറ്റവും മാതൃകാപരമായിട്ടൊരു വിദ്യാർത്ഥിയെ ഇടനെഞ്ചിൽ ഒറ്റക്കുത്തിന് കുത്തി കൊലപ്പെടുത്തിയ ആളുകളാണിവർ. 13 പേരെ കൊലപ്പെടുത്തിയ അവർ വീണ്ടും ഞങ്ങളുടെ മുന്നിലേക്ക് അവരുടെ നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജില്ലാ ജനറൽ സെക്രട്ടറിയെ, ഇടുക്കിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ കഞ്ചാവുമായി പിടിച്ചു. മണ്ണാർക്കാട് MES കോളേജിൽ വെച്ച് UDSF പ്രവർത്തകരെ റാഗിങ്ങിൻ്റെ പേരിൽ പുറത്താക്കി. വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ 17 പേരെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ റാഗിങ്ങിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ നടന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ഒരു തവണയെങ്കിലും ചെന്നിത്തല KSU സംസ്ഥാന ക്യാമ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞോ? ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി SFIയെ ഈ നിലയിൽ ഉപദേശിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടല്ലോ. ഒരു തവണയെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം തരാൻ രമേശ് ചെന്നിത്തല തയ്യാറായോ? നെയ്യാർ ഡാമിൽ വെച്ച് തമ്മിലടിച്ച് ചോരയിൽ കുളിച്ചാണല്ലോ ഇവരുടെ നേതാക്കന്മാർ നിന്നത്. ആരുമല്ലല്ലോ, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ. ആ വാർത്ത ചോർത്തിയത് ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അത് ഇവരുടെ കയ്യിൽ റിപ്പോർട്ടുണ്ടല്ലോ. ഇവരുടെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ തുടർച്ചയായിരുന്നില്ലേ KSU അവരുടെ സംസ്ഥാന ക്യാമ്പിൽ നടന്നത്? മദ്യ കുപ്പി വെച്ചല്ലേ തലയടിച്ച് പൊളിച്ചത്? അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹം കാണുന്നതാണ്. അപ്പോൾ ആ നിലയിൽ KSUവിൻ്റെയും MSFിൻ്റെയും അവരുടെ അരാജക പ്രവണതകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് അതിനെതിരെയൊക്കെ തെറ്റായ നിലപാടുകൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ ആക്രമിക്കുന്നതിൽ എന്തു ശരിയാണുള്ളത്? ഇപ്പോൾ ഇന്ന് ഈ ദിവസം ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ മുഴുവൻ SFI യൂണിറ്റുകളിലും ഞങ്ങളിപ്പോൾ ലഹരിക്കെതിരെയുള്ള ശൃംഖലയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ SFI യൂണിറ്റുകളിലും അതിൻ്റെ തുടർച്ചയെന്നോണം കേരളത്തിൽ മുഴുവൻ ക്യാമ്പസുകളിലും ഞങ്ങൾ ഇതിനെതിരെ ഒരു വിജിലൻസ് സ്ക്വാഡ് രൂപീകരിക്കാൻ പോവുകയാണ്. ആ സ്ക്വാഡിൽ അധ്യാപകരുണ്ടാകും, PTയുടെ ഭാഗമായിട്ടുള്ള മാതാപിതാക്കളുടെ ഭാഗമായിട്ടുള്ള അവരുടെ പ്രതിനിധികളുണ്ടാകും. അതിൽ തന്നെ ഞങ്ങൾ ഈ നാട്ടിലെ എക്സൈസുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി സഹായം തേടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ നിലയിൽ ഒരു വലിയ മുന്നേറ്റം ഈ ലഹരിക്കെതിരെയുള്ള ഈ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഞങ്ങൾ ചെയ്തതൊക്കെ അത് കൂടുതൽ ശക്തമായി ആവർത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ്. ഈ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അങ്ങനെ വലതുപക്ഷ കിങ്കരന്മാരുടെയൊക്കെയും ഈ തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്ന ഈ നാട്ടിൽ ഇതിനെതിരെ ശക്തമായി നിലപാടെടുത്ത് ജീവൻ കൊടുത്തും പ്രതിരോധിക്കുന്ന ഒരു സംഘടനയെ കരിവാരിത്തേക്കാൻ ഇവരെല്ലാം തയ്യാറാവുന്നത്. ഇത് കേവലപരമായി രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. ജനമത് തിരുത്തും, തള്ളിക്കളയും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ടതുമാണ്. തീർച്ചയായും കുറച്ച് പക്വത ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ. ഇവരെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ഏതൊക്കെ കാലം തൊട്ടേ പ്രവർത്തിക്കുന്നു, എത്ര കാലമായി ഇവരൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതേ നേതൃത്വ നിരയിൽപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ആളുകളും ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അടുത്ത ആൾ വീണ്ടും പറയുകയാണ്. ഇപ്പോൾ 3 പേര് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര പേരുണ്ട്? ഇനിയും 3 പേരുണ്ടോ? ഒരാഴ്ച മുഴുവനായി ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ ദുരാരോപണങ്ങളും നുണപ്രചരണങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. അപ്പോൾ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഞങ്ങളുടെ നിലപാട് കേരളത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ അരാജക മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കെതിരാണ്. അവരെ ജീവൻ കൊടുത്തും SFI പ്രതിരോധിക്കും. ഇതാണ് നിലപാട്. ജീവൻ കൊടുത്തും പ്രതിരോധിക്കും.
ഇവരെ ഏത് ഘട്ടത്തിലും സമൂഹത്തിൻ്റെ ഒരു മേഖലയിലും വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുള്ള ക്യാമ്പസുകളിൽ എവിടെയും ഇവർക്ക് സ്ഥാനമില്ല. ഇവരെ ആ നിലയിൽ തന്നെ ഞങ്ങൾ പ്രതിരോധിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകും. ഈ റാഗിങ്, അരാജക പ്രവണതകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ മേഖലയിൽ കൃത്യമായി പല ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഈ റാഗിങ് വിഷയങ്ങളിൽ പലപ്പോഴും ഒത്തുതീർപ്പാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. റാഗിങ് നിയമം രൂപീകരിക്കുന്നതും അതിൻ്റെ തുടർച്ച അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പെശകുകൾ നിലനിൽക്കുന്നുണ്ട്. ആ നിയമവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. റാഗിങ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നീട് അത് ഒത്തുതീർക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് അത് ഒത്തുതീർക്കപ്പെടുന്ന ഒരു സ്ഥിതി ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്.